ഹലോ, പുഴയെ അറിയാൻ പുഴ നടത്തത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. കണ്ണും കാതും കൂർപ്പിച്ച് വേണം നദീതട തീരയാത്ര. എന്നാലേ ഈ യാത്ര ആസ്വദിക്കാൻ കഴിയൂ. ഇതാ, ഇവിടെ രണ്ട് പുഴകൾ ഒന്നിച്ചു ചേരുന്ന സംഗമ സ്ഥലമാണ്. വലത്തോട്ട് തിരിഞ്ഞാൽ വെറ്റിലപ്പാറ ഓടക്കയം ഭാഗത്തേക്കും, ഇടത്തോട്ട് തിരിഞ്ഞാൽ തോട്ടുമുക്കം പനമ്പിലാവ് ഭാഗത്തേക്കുമാണ് നമ്മൾ എത്തിച്ചേരുക. നമ്മൾ ആദ്യം തോട്ടുമുഖത്തേക്ക് തന്നെ പോകാം. ഒരു മുതല ഇങ്ങനെ കിടക്കുന്നത് പോലെ ഉണ്ടല്ലേ, പേടിക്കേണ്ട. ഇദ്ദേഹം തോമസ്, അരീക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1973 SSLC ബാച്ച് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ശ്രീ തോമസ് അരീക്കോട്ടുകാരനാണ്. എന്നാൽ ഇപ്പോൾ തോട്ടുമുക്കമാണ് സ്ഥിരമായി താമസിക്കുന്നത്. ഇദ്ദേഹമാണ് ഈ യാത്രയുടെ സൂത്രധാരൻ, നമ്മുടെ ഗൈഡ്. ഒരിക്കൽ കൂടി പറയുകയാണ്, കണ്ണും കാതും കൂർപ്പിച്ച് വേണം നദീതട തീരയാത്ര. എന്നാലേ ഈ യാത്ര ആസ്വദിക്കാൻ കഴിയൂ. പുഴയുടെ കളകളാരവം, കിളികളുടെ കളകൂജനം, ജലമർമ്മരം, മനസ്സും ശരീരവും കുളിരണിയുകയാണ്. ആർക്കും വേണ്ടാത്തൊരു തേങ്ങ. പക്ഷേ പന്നി, നമ്മുടെ പിഗ്, കാട്ടുപന്നിയുടെ ഇഷ്ട ഭക്ഷണമാണ് തേങ്ങ. കൊക്കോ ചെടിയാണ്. ഒരു കാലത്ത് കർഷകരെ കൊക്കോ കൃഷിയിലേക്ക് ആകർഷിച്ചിരുന്നു. അതിൻ്റെ വില പുറത്ത്. ഇവിടെ നോക്കൂ, പന്നികൾ കൂട്ടമായി ഈ നദീതടത്തിലെത്തുകയും, ഇത് പന്നി ഉണ്ടാക്കിയ കുഴിയാണ്. ചളിയെല്ലാം ശരീരത്തിലാകെ പൂശുകയും ചെയ്യും. എന്തിനാണെന്നറിയാലോ? ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുപോലെ നോക്കൂ, ഇവിടെയെല്ലാം മണ്ണിര പുറ്റ് അല്ലേ, മണ്ണിര പുറ്റ് എന്നാണ് പറയുക. ഈ മണ്ണിരകളുള്ള സ്ഥലത്ത് മണ്ണെല്ലാം കിളച്ച് മറിച്ച് ഈ മണ്ണിരയെ പിടിച്ച് തിന്നുന്ന പരിപാടിയും അവർക്ക് ഇഷ്ടമാണ്. നോക്കൂ, ഒരു ഒയല ചെടിയുടെ വള്ളിത തോരണമായി അതിൻ്റെ കായ്കളും പൂക്കളുമായി നിൽക്കുന്നു. വളരെ ആകർഷകമായ കാഴ്ചകളാണ്. വള്ളിക്കുടിലുകൾ. ഇതാ ഒരു മരം, അവരുടെ വേരുകൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു 2-3 പാമ്പുകൾ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്നതായിട്ട് തോന്നും. ഇതെല്ലാം നമ്മൾ സങ്കല്പിക്കണം, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂട്ടോ. വെറുതെ അങ്ങ് കണ്ടുപോയാൽ പോരാ. നോക്കൂ, പച്ചിലച്ചാർത്തുകൾ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിരണിക്കുന്ന പച്ചപ്പിൻ്റെ ഒരു ലോകം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിശ്രമിക്കാനായി ഇതാ പാറകൾ ഇങ്ങനെ പരന്ന് നിരന്ന് കിടക്കുകയാണ്. ഇരിക്കാം, കിടക്കാം, വിശ്രമിക്കാൻ. അങ്ങ് അകലെ നോക്കൂ, വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഏത് ജീവിയാ ഞാൻ പറയാ, ഏത് ജീവിയാവാം. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് ഒരു മുതലയുടെ ചിത്രമാണ്. അതുപോലെ വലിയൊരു ഓന്ത് ഉടുമ്പ് പോലുള്ള അതിൻ്റെ ഏകദേശം മുഖം
അവയ്ക്കൊരു വിള്ളൽ വന്നിട്ടുണ്ട് പാറയിൽ. ഇതാരും പൊട്ടിച്ചുണ്ടാക്കിയോ കലാകാരന്മാർ വേർപ്പെടുത്തിയതൊന്നല്ല. നോക്കൂ, ആ വിള്ളൽ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അവയുടെ തലഭാഗം വേർതിരിഞ്ഞ് വ്യക്തമായി കാണാം. ഇതാ ഇദ്ദേഹമാണ് തോമസ്, എൻ്റെ പ്രിയ സുഹൃത്ത്, ആത്മമിത്രം, കുടുംബ സുഹൃത്ത്. ഇവിടെ വെള്ളം കൂടുതലാണ്. ഇത്രയും സ്ഥലം ഒരു വെള്ളത്തിൻ്റെ ഒരു കുഴിയാണ് ഇവിടെ. വെള്ളം കുറവാണെങ്കിലും ഈ ചെറിയ പുഴയിലും ചില ഭാഗങ്ങളിലെല്ലാം ചെറിയ ചെറിയ കയങ്ങളുണ്ട് കേട്ടോ. വെള്ളം കൂടുതലുള്ള ഭാഗം അത് ഇത്തരം പാറക്കൂട്ടങ്ങൾക്കരികിലായിരിക്കും കൂടുതൽ വെള്ളം അനുഭവപ്പെടുക. നോക്കൂ, അവയുടെ തലഭാഗം ഇങ്ങനെ വേർതിരിച്ച് ആ കണ്ണ് വരെ അതുമേൽ ചേർന്ന് നിൽക്കുന്നത് കാണാം. സൂക്ഷിച്ച് നോക്കൂ. ഇതാ ഇവിടെ ഏകദേശം അരക്കോളം വെള്ളമുണ്ട്. മഴക്കാലങ്ങളിൽ അതിഭയങ്കരമായിട്ടുള്ള ഗർത്തങ്ങളായി ഇവ മാറുകയും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പാറയിൽ തട്ടി വരുന്ന ഒഴുക്കിനെ നിയന്ത്രിക്കാൻ പ്രകൃതി ഒരുക്കിയ തടയണയാണിവ. പുഴയ്ക്ക് കുറുകെ ഇതുപോലുള്ള പാറക്കൂട്ടങ്ങളുടെ തടയണകൾ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിച്ച് മണ്ണൊലിപ്പ് തടയാനും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും ഒക്കെ പ്രകൃതി ഒരുക്കിയ ഒരു സംവിധാനമാണിവ. നോക്കൂ, നയനാനന്ദകരമായ കാഴ്ചകൾ. ഇതെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പോയി കാണുക തന്നെ വേണം. ഇതാ ഈ പാറപ്പുറത്ത് കൂടി കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല വഴുക്കലുണ്ട്. അതുപോലെ തന്നെ ചവിട്ടാനുള്ള സ്റ്റെപ്പുകളൊന്നും അതുമേൽ ഒരുക്കിയിട്ടില്ല. എന്തായാലും ഈ വള്ളി പിടിച്ചാണ് ഞാൻ ഇറങ്ങിയത്. ഇതാ നോക്കൂ, ഈ പുഴയിൽ ധാരാളം കൃഷിക്കായി ജലസേചനത്തിനായി മോട്ടോർ പമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച. മരം വിലങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ഊഞ്ഞാൽ വള്ളി പോലെ. നോക്കിയേ, ഒരു വള്ളി, അതിൽ പ്ലാസ്റ്റിക് കീസുകളാണ് ഊഞ്ഞാലാടുന്നത് എന്ന് മാത്രം. ഇവിടെയും തടയണ പോലെ വെള്ളത്തിൽ നോക്കൂ, മാലിന്യങ്ങളെല്ലാം അടിഞ്ഞു നിൽക്കുന്ന ഒരു ഫിൽട്ടർ പോലെ ഉണ്ട്. താഴോട്ടുള്ള വെള്ളം ശുദ്ധമായവ. ഇവിടെ ചപ്പു ചവറുകളെല്ലാം അടിഞ്ഞു കൂടിക്കിടക്കുന്നു. ഒഴുക്കിൽ ഈ വള്ളിയിൽ തങ്ങി നിൽക്കുന്നവയാണിവ. നല്ലതാണ്, ചെറിയ പീസാക്കിയിട്ട് കത്തിക്കാൻ നല്ലതാണ്. ഇത് ഇവിടെ കാട് പ്രദേശമായതുകൊണ്ട് ഇതിങ്ങനെ കയറി മുകളിലോട്ട് പോയിട്ടുണ്ട്. ഈങ്ങയാണ്, അതായത് ഈങ്ങ എന്ന് പറയുമ്പോൾ മുള്ളുള്ള ഒരു സൈസ്. ചില ഭാഗങ്ങളിലെല്ലാം ഈങ്ങവള്ളി, ഞങ്ങൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രളയകാലങ്ങളിൽ. നമ്മുടെ യാത്ര നമ്മളെ സൂര്യൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. നോക്കൂ നോക്കൂ, എന്ത് ഭംഗിയാ. സസ്യസമ്പുഷ്ടമായി സൂര്യകിരണങ്ങൾ. വെള്ളത്തിൻ്റെ സാമീപ്യമുള്ളത് കൊണ്ട് ഇവയെല്ലാം
തഴച്ച് വളർന്ന് പന്തലിച്ച് തണലായി താങ്ങായി നിൽക്കുന്നു. ഈ ഒരു യാത്രയ്ക്ക് ആദ്യം ഞാൻ കരുതിയിരുന്നത് കുടയായിരുന്നു. ഭയങ്കര വെയിലാണല്ലോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഒരു AC റൂമിൽ സെൻട്രലൈസ്ഡ് AC സൗകര്യമുള്ള സ്ഥലത്ത് കൂടി നടക്കുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. നോക്കൂ എന്ത് ഭംഗിയാണ്. ഒരു പനയുടെ അവശിഷ്ടമാണ്. നല്ല വൃത്താകൃതിയിൽ വളരെ കൃത്യമായി മുറിച്ചു വെച്ചിട്ടുള്ള ഒരു സർക്കിൾ ചെണ്ട പോലെ ഉണ്ട്. നോക്കൂ, ഇവയെല്ലാം വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്നിട്ടുള്ള അവശിഷ്ടങ്ങളാണ്. കല്ലിലും മരത്തിലുമൊക്കെ ഇതൊരു ഇപ്പം കലങ്ങിയിട്ടുണ്ട് ആ വെള്ളം. പന്നിക്കൂട്ടം വന്ന് കുളിച്ചു പോയ സ്ഥലമാണ്. പക്ഷേ പന്നികളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ വെള്ളം കലങ്ങി നിൽക്കുന്നത് ഇപ്പോൾ അവ ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ. ഓരോ മരച്ചില്ലകൾക്കും ഉണ്ട് ഒരു സൗന്ദര്യം. അവ കിടക്കുന്നത് കാണുമ്പോഴേ പന്നൽ ചെടികളും കുളവാഴകളുമൊക്കെ സമൃദ്ധമായി വളരുന്നുണ്ട് ഇവിടെ. നല്ല തണുപ്പാണ്. പുഴയിൽ കൂടിയുള്ള നടത്തം. ഇതും പന്നികൾ നോക്കൂ, കിളച്ച് മറിച്ചിട്ടിരിക്കുന്നു. ഈ ചെളിയാണ് അവയുടെ ശരീരത്തിൽ പൂശുക. അതിനു വേണ്ടി ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുക. ചൂടിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് ഈ ഒരു വിദ്യ. നമ്മുടെ ഏറ്റവും വലിയ ജീവിയായ ആനയും ഇതുപോലെ പൊടിപടലങ്ങൾ, ചെളികൾ ഒക്കെ ശരീരത്തിലേക്ക് വിതറിയിടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നോക്കൂ, സൈഡിലുള്ള മരങ്ങളുടെയൊക്കെ പ്രതിഫലനം, പ്രതിബിംബം എന്ത് ആകർഷകമായിട്ടാണ് ഒരു വർണ്ണ ഛായാചിത്രത്തിൽ കാണുന്നത് പോലെ. ഇവിടെയും ഒരു മുതല വന്ന് നോക്കുന്ന പ്രതീതി. എന്ത് ഭംഗിയുണ്ട് ആ വെള്ളത്തിലെ ഛായാചിത്രം. നോക്കിയേ, ഒറിജിനലിനെ വെല്ലുന്ന ജലതരംഗങ്ങൾ അവയ്ക്കുമുണ്ട് വല്ലാത്തൊരു വശ്യത. വെള്ളത്തിലെ ഓളങ്ങളുടെ ചലനം താളാത്മകമായി ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന മർമ്മരം